മലേഷ്യയിൽ പോയതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ദിവസവും ഒരു പ്ലേസുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യത്തെ വീഡിയോസൊക്കെ വേഗം വേഗം ഇട്ടുകൊണ്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മലേഷ്യ പോയി 1 മാസം ആയി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുത്ത വ്ളോഗ് ഞാൻ ഇടുന്നത്. എപ്പോഴും വിചാരിക്കും ഇന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടാന്ന്, പക്ഷേ ചെറിയൊരു മടി വന്നു. അങ്ങനെ ഇപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ജെൻഡിങ് ഹൈലാൻഡിലേക്കാണ് കേട്ടോ. ആ ഒരു പ്ലേസിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ബസ്സൊക്കെ ഉണ്ടായിരുന്നു ടൂറിസ്റ്റിന്. അപ്പോൾ നമ്മൾ മലേഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ദീപുവട്ടം നമുക്ക് ബസ് ടിക്കറ്റും പിന്നെ ജെൻഡിങ് ഹൈലാൻഡിൻ്റെ കേബിൾ കാർ ടിക്കറ്റൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ ഒരു 40 മിനിറ്റ് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് എത്തി, ബസ്സൊക്കെ കയറി പോവാണ്. നല്ല ട്രാഫിക് ചിലയിടത്ത് ഉണ്ടായിരുന്നു. മലേഷ്യയിലെ റോഡൊക്കെ കാണാൻ എന്ത് രസമല്ലേ. വെൽ ഡെവലപ്ഡ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആയാലും റോഡ്സൊക്കെ ആയാലും അവരത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ജെൻഡിങ് ഹൈലാൻഡിൽ തന്നെ മലേഷ്യയിൽ ഫേമസ് ആയിട്ടുള്ള ഹിൽ റിസോർട്ടും കുറേ എൻ്റർടൈൻമെൻറ്റ് ഡെസ്റ്റിനേഷനും കൂടി ഈ ഒരു ഹില്ലിൻ്റെ മുകളിലുണ്ട് കേട്ടോ. സീ ലെവലിൽ നിന്നും ഒരു 6000 അടി മുകളിലാണ് ഈ പ്ലേസൊക്കെ വരുന്നത്. നമ്മൾ മുകളിലോട്ട് പോകുന്നത് കേബിൾ കാർ വഴിയാണ് കേട്ടോ. അവാന സ്കൈവേ അല്ലെങ്കിൽ ജെൻഡിങ് സ്കൈവേ എന്നാണ് കേട്ടോ ഈ ഒരു കേബിൾ കാറിൻ്റെ പറയുന്നത്. അവാന സ്റ്റേഷനിൽ നിന്നുമാണ് നമ്മൾ കേബിൾ കാർ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിൽക്കുന്ന സമയത്ത് ആ ഒരു വിൻഡോയിലൂടെ കണ്ടതാണ് കേട്ടോ കേബിൾ കാർ മുകളിലോട്ട് പോകുന്നതും പിന്നെ അതേപോലെ തിരിച്ച് പാസഞ്ചറിനെ കൊണ്ട് താഴേക്ക് വരുന്നതുമാണ്. അങ്ങനെ നമ്മളും ആ കേബിൾ കാറിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അവർ പറയുന്നത് പോലെ നമ്മളും ഒരു കേബിൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു കേബിൾ കാറിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്തു. നമ്മളൊരു 11:30 ആ ഒരു ടൈമിലാണ് കേട്ടോ കേബിൾ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കേബിൾ കാറിൽ 2 സ്റ്റോപ്പാണ് വരുന്നുള്ളത്. നമ്മൾ 2 സ്റ്റോപ്പിലും ഇറങ്ങിയിട്ട് ആ ഒരു പ്ലേസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചൈനീസ് ടെമ്പിളിലേക്കാണ് ആദ്യത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നമുക്ക് പോകാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഇല്ല സ്ഥലത്തു നിന്ന് കുറച്ച് ഡൗണിലേക്കാണ് അമ്പലം ഉണ്ടായിരുന്നത്. അവിടെ ഫുൾ എസ്കലേറ്റർ വെച്ചിട്ടാണ് നമ്മൾക്ക് ഇറങ്ങാനുള്ള ആ ഒരു സൗകര്യം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സ്റ്റെപ്പാണെങ്കിൽ എന്തായാലും എല്ലാവരും നടുവടിയാട്ടി. താഴോട്ട് ഇറങ്ങുമ്പോഴും അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതുപോലെ കുറേ ഗ്ലാസ് വിൻഡോസൊക്കെ ആയിരുന്നു. എവിടെ നിന്ന് നോക്കിയാലും നല്ല രസമുണ്ടായിരുന്നു പുറത്തേക്ക് കാണാനായിട്ട്. നമ്മളങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അമ്പലവും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൈനീസ് ടെമ്പിളായിരുന്നു അത്. ചൈൻ സ്യൂ കേവ്സ് ടെമ്പിൾ എന്നാണ് ആ ഒരു അമ്പലത്തിൻ്റെ പേര്. ആ ഒരു അമ്പലത്തിൻ്റെ എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ്. നമ്മൾ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ടൂറിസ്റ്റ് 2-3 ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തു, അവരെൻ്റെ ഫോട്ടോ എടുത്തു തന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഏതൊരു വ്യൂ കണ്ടാലും നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തുടങ്ങും. അങ്ങനെ ആപ്പി കുറേ ആദ്യം നോക്കി ക്ഷമിച്ചു തിന്നു. അവസാനം ഓള് ദേഷ്യം വന്ന് എന്നെ ഫോട്ടോ എടുക്കാനേ വിടുന്നുണ്ടായിട്ടില്ല. ഞാൻ എങ്ങനെ പോസ് നിൽക്കുന്നു അതേപോലെ എന്നെ ആക്ട് ചെയ്ത് എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ കേബിൾ കാറിൽ വരുന്ന സമയത്ത് ആ ഒരു ഹൈറ്റിലില്ല ആ ഒരു ടെമ്പിൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് മനസ്സിലായത് കുറേ സ്ഥലം ഇവിടെ കാണാനുണ്ടെന്ന്. ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചുവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. 15 മീറ്ററോളം ഉയരമുള്ള ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് മുകളിലോട്ട് നമുക്കിങ്ങനെ കയറി പോകാൻ പറ്റുമായിരുന്നു. അവിടെയൊക്കെ ആ ഒരു പ്ലേസിൻ്റെ ഹിസ്റ്ററിയോ മറ്റോ ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ മുകളിലോട്ട് കയറുന്ന സമയത്ത് ആ ഒരു സൈഡിലായിട്ട് കുറേ സ്റ്റാച്ചു കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ അവരുടെ ഭരണാധികാരികളുടെ റൂൾസും പിന്നെ ജയിൽ ശിക്ഷ അതുപോലത്തെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അവർ സ്റ്റാച്ചു പോലെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആപ്പിയും അച്ഛനും നേരത്തെ പോയിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അമ്പലം ഇല്ലത് ഒരു സീ ലെവലിൽ നിന്നും 4600 അടി മുകളിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പായിരുന്നു ആ ഒരു പ്ലേസിൽ. അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ ചുറ്റിക്കണ്ട് മുകളിലോട്ടേക്ക് ആദ്യം പോവാണ്. വീണ്ടും ആ ഒരു കേബിൾ കാർ കയറാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. താഴോട്ട് ഇറങ്ങിയ പോലെ തന്നെയാണ് മുകളിലോട്ട് കയറുന്ന സമയത്തും എസ്കലേറ്ററാണ്. കുറേ എസ്കലേറ്റർ കയറിയിട്ടാണ് നമ്മൾ ആ ഒരു 2ാമത്തെ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും 2ാമത്തെ കേബിൾ കാറിൽ കയറാൻ പോവാണ്. ടിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്ത് വേണം കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടി. നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് നമുക്ക് കുറച്ചും കൂടി ദൂരം മാത്രമേ പോകാനുണ്ടായിരുന്നുള്ളൂ. ആ മുകളിൽ കാണുന്ന ഒരു പ്ലേസിലേക്കാണ് കേട്ടോ നമുക്ക് പോവേണ്ടത്. ഇത്രയും അടി ഉയരമുള്ള ഈ ഒരു വലിയ ഹില്ലിൻ്റെ മുകളിൽ തന്നെ കുറേ ഹോട്ടൽസും വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ആ ഒരു തീം പാർക്ക്. ജെൻഡിങ് സ്കൈ വേൾഡ് തീം പാർക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊരു ഔട്ട്ഡോർ തീം പാർക്ക് ആയതുകൊണ്ട് തന്നെ കേബിൾ കാറിൽ വരുന്നവർക്ക് ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ.
അങ്ങനെ രണ്ടാമത്തെ വരുന്ന സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഈ ഒരു തീം പാർക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. അതേപോലെ സ്കൈ അവന്യൂ മാൾ എന്ന് പറയുന്നൊരു മാളിലേക്കും കൂടി നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം പോയിട്ടുള്ളത് സ്കൈ അവന്യൂ മാളിലേക്കാണ്. മാളിൻ്റെ ഉള്ളിലായാലും എൻ്റർടൈൻമെൻറ്റ്സിന് ഒരു കുറവില്ല കേട്ടോ. പിന്നെ ഈ ഒരു മാളിൻ്റെ ഉള്ളിൽ തന്നെ ലീഗലായിട്ടുള്ള ക്യാസിനും ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ 21 വയസ്സ് ആവണമായിരുന്നു. അങ്ങനെ നമ്മൾ പാസ്പോർട്ടൊക്കെ കാണിച്ചിട്ടാണ് ഉള്ളിലോട്ട് പോയത്. ഞാനും അച്ഛനുമാണ് പോയത്. ആപ്പിക്ക് വരാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് ആപ്പിയും അമ്മോച്ചിയും പുറത്ത് നിന്ന് കേട്ടോ. ക്യാസിനോൻ്റെ ഉള്ളിൽ വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അതൊന്നും അവിടെ നിന്ന് എടുത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ആ ഒരു കേബിൾ കാറിൽ കയറി താഴോട്ട് വരെയാണ്. തിരിച്ച് വരുന്ന സമയത്ത് നമ്മളെ കേബിൾ കാറിനുള്ളിൽ തന്നെ വേറെയും ഒരു ഫാമിലി, മലയാളി ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ, കണ്ണൂരിൽ നിന്നും. അങ്ങനെ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ട്രിപ്പ് ഇഷ്ടമായില്ല? ഇന്ന് എന്തെന്നില്ല പോയത്? ബസ്സിൽ പോയിട്ട്, കേബിൾ കാറിൽ പോയിട്ട് എനിക്കെന്ത് ഇഷ്ടമായത്? പേടില്ല. അങ്ങനെ നമ്മൾ ബസ് വന്ന് നമ്മൾ തിരിച്ച് കോലാലംപൂരിലേക്ക് തന്നെ വരികയാണ്. ബസ് സ്റ്റേഷൻ ഉണ്ടായത് ഒരു മാളിലേക്ക് കൂടി എൻട്രൻസ് കിട്ടുന്ന ആ ഒരു പ്ലേസിലായിരുന്നു. അങ്ങനെ നമ്മൾ ആ മാളിൽ ഇറങ്ങി പിന്നെ ടാക്സി ബുക്ക് ചെയ്ത് നമ്മൾ വീണ്ടും റൂമിലേക്ക് തന്നെ പോയി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം.